ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ഗജാനനം ഭൂതഗണാധിസേവിതം കപിധ്രജംഭൂഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. ശ്രീമഹാഗണപതയേ നമഃ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എളുപ്പമല്ല നാമം ജപിക്കുക. ഗോകോടിദാനം ഗ്രഹണാദികാലേ എന്നൊക്കെയാണ്. ഗ്രഹണകാലത്ത് 1 കോടി പശുദാനം ചെയ്യുക. ഗ്രഹണ പുണ്യകാലം എന്നാണ്, പാപികളെ കാലമല്ല, പുണ്യകാലമാണ്. അവിടെ അതും കൊമ്പും കുളമ്പും സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടും കെട്ടിയിട്ട് 1 കോടി പശുദാനം ചെയ്താൽ പോലും ഗോവിന്ദനാംനി ന സമം ശതാംശേ. ഒരു നാമത്തിൻ്റെ 100-1 ഗോവിന്ദനാംനി ന സമം ശതാംശേ. അല്ലെങ്കിൽ പ്രയാഗയിൽ പോയിട്ട് അങ്ങോട്ട് മുങ്ങുക. ഒരു കൽപ്പകാലം ഗംഗാ യമുന സരസ്വതി സംഗമമാണ് പ്രയാഗ. അവിടെ പോയിട്ട് ഒന്ന് മുങ്ങിയാൽ തന്നെ പുണ്യാണെങ്കിൽ ഒരു കൽപ്പകാലം എന്നും അത് കുളിച്ചാലോ. എന്നും രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും അവിടെ പോയി കുളിക്കാൻ സാധിച്ചാൽ പോലും ഗോവിന്ദനാംനി ന സമം ശതാംശേ. ഗോവിന്ദനാമത്തിൻ്റെ 100-1. അതുകൊണ്ട് ആചാര്യന്മാർ ഓരോരോ അധ്യായം കഴിയുമ്പോഴും വിശേഷ സന്ദർഭങ്ങളിലൊക്കെ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ചിലതൊന്നും ഒന്ന് മാത്രമായിട്ട് പറ്റില്ല. ഗോവിന്ദ എന്ന് പറഞ്ഞ് നിർത്താൻ പറ്റില്ല. ഗോവിന്ദ ഗോവിന്ദന്നേ, അല്ലെങ്കിൽ കൃഷ്ണ കൃഷ്ണ, രാമ രാമ, ശിവ ശിവ എന്നൊക്കെ പറ്റുള്ളൂ. ഒന്നായി നിർത്താൻ പറ്റില്ല. അപ്പം അധികം പ്രാവശ്യം നാമം ജപിക്കാൻ സാധിക്കണം. അതിനാ ഭഗവാന്റെ കഥകൾ, കഥയിൽ കൂടിയിട്ട് കഥാസാരമായ ഭഗവാന്റെ നാമം കൂടുതൽ കൂടുതൽ ഉച്ചത്തിൽ കീർത്തിക്കാൻ ആവണം. ആയിക്കോളും ഇല്ലേ. നമ്മൾ ഭാഗവത തീവണ്ടിയിൽ കയറിയിട്ടുണ്ട്. ആരും പുറത്തേക്കാക്കൊന്നുമില്ല. കള്ളഷീട്ടായി വന്നാൽ തള്ളപ്പെട്ടു പോകുന്നൊക്കെയാണ് വാഴകുന്നം പറഞ്ഞ്. കള്ളഷീട്ടായിട്ട് ഈ തീവണ്ടിയിൽ കയറിയത് പൂതനയാണ് ആദ്യം. തള്ളപ്പെട്ടു പോകുമെന്ന് പറഞ്ഞാൽ ലേഭേഗതിം ധാതൃജീതാം തോന്യെന്നാണ്. യശോദാദേവിക്ക് കൊടുക്കാൻ പോണ ഗതിയാണ് ഈ പിശാചിന്. അപ്പം ആരെയും പുറത്തേക്കാക്കില്ല. വിശ്വസിച്ച് കയറാൻ പറ്റിയതാണ് ഭാഗവത തീവണ്ടി. നമ്മൾ കയറിയിരിക്കുകയാണ് സുഖമായിട്ട്. അപ്പോൾ ഈ സുഖമായി ഇരിക്കാൻ പറ്റണമെങ്കിൽ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഭഗവാന്റെ അമ്പാടിയ ലീലകൾ, വൃന്ദാവന ലീലകൾ അതും വായിച്ചു വെച്ചു. പിന്നെ മധുരാ ലീലകളാണ് നാളെ രാവിലെ തുടങ്ങാൻ പോകുന്നത്. അങ്ങോട്ട് ഭഗവാന്റെ മധുരാ യാത്രയാണ് ആദ്യം വായിക്കാൻ പോണത്. അതിവിശിഷ്ടമായ വൃന്ദാവന ലീല അതിവിശിഷ്ടമാണ്, ഏറ്റവും വിശിഷ്ടമാണ്. ഈ 4 ലീലകളും അതിവിശിഷ്ടമാണെങ്കിലും ഏറ്റവും അധികം വിശിഷ്ടം ഏതാന്ന് ചോദിച്ചാൽ സജ്ജനങ്ങൾ പറയാറ് ഭഗവാന്റെ വൃന്ദാവന ലീലയാണ്. തന്നെ ഭഗവാന്റെ ആ സുന്ദരമായ രൂപത്തെ ഇവിടെ കുറച്ച് സമയമാണ് പറയാൻ പറഞ്ഞത്. അരമണിക്കൂർ കഷ്ടിച്ചെന്നൊക്കെയാണ് പറഞ്ഞത്. അതും വിശിഷ്ടമായ ഭഗവാന്റെ ആ സ്വരൂപത്തെ ഒന്ന് കാണിച്ചു തരണം. വേണുഗാനം ചെയ്യുന്ന ഭഗവാന്റെ സ്വരൂപമാണ്. വേണുഗാനത്തിൽ കൂടി എന്താണ് പുറത്തേക്ക് വരുന്നതെന്ന് ചോദിച്ചാൽ വേദമന്ത്രങ്ങളാണ്. ഇപ്പം പറഞ്ഞു വെച്ചു, വേദമാണ്
ഭാഗവതം എന്താണ് ചോദിച്ചാൽ സർവവേദേതിഹാസാനം സാരം സാരം സമുദ്രതം. സർവവേദ ഇതിഹാസങ്ങളുടെയും സാരമാണ്. വേദത്തിൽ എന്താണോ പറഞ്ഞത് അതാണ് ഭാഗവതത്തിൽ. പക്ഷെ വേദം പരോക്ഷവാദോ വേദോയം. വേദം പരോക്ഷ. അപ്പം എന്താന്ന് ശരിക്ക് മനസ്സിലാവില്ല. എന്ന് മനസ്സിലാവില്ല എന്ന് ഉദ്ധവനും ബ്രഹ്മദേവനൊക്കെയാണ് മനസ്സിലാവില്ല എന്ന് മനസ്സിലായി എന്നാണ്. ഭാഗവതം മനസ്സിലായില്ല എന്ന് മനസ്സിലാവണമെങ്കിൽ കുറേ പ്രാവശ്യം ഭാഗവതം കേൾക്കണം. പക്ഷേ കുറേ പ്രാവശ്യം കേട്ടാൽ, കുറേ പ്രാവശ്യം വായിച്ചാൽ, സജ്ജനങ്ങളുടെ കഥകൾ, അവർ പറയുന്ന ഭഗവാന്റെ കഥകൾ കുറേ കേട്ടാൽ ബോധ്യമാവും ഒന്നും മനസ്സിലാവുന്നതല്ല എന്ന് ഭഗവാന്റെ അതിവിശിഷ്ടമായ വേണുഗാനത്തെയാണ്. അതും ശരൽക്കാലത്തിലെ ആ വർണ്ണന കഴിഞ്ഞിട്ടാണ്. നല്ല കാലം വന്നപ്പം അതും നദിയിലെ കലർപ്പൊക്കെ മാറി സ്ഫടികമായ വെള്ളം ഒഴുകണു. ഈ സന്ദർഭത്തിൽ ഭഗവാന്റെ ആ സുന്ദര രൂപത്തെ ഭാഗവതം കാണിച്ചു തരുന്നു. യശോദാദേവി അലങ്കരിച്ച ഭഗവാന്റെ സ്വരൂപമല്ല ഇവിടെ. ഗോപന്മാരെ കാട്ടിലേക്ക് പോയാൽ ഗോപന്മാരുടെ അലങ്കാരം, മേശാന്തിയുടെ അലങ്കാരമുണ്ട്, കേൾക്കാറില്ലേ? ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ അലങ്കാരം കേൾക്കാറില്ലേ? ഇവിടെ അതുപോലെ അലങ്കാരമാണ്. ഗോപന്മാരാണ് ഭഗവാനെ അലങ്കരിക്കുന്നത്. യശോദാദേവി അലങ്കരിച്ചുള്ളതൊക്കെ മാറ്റിവെച്ച് ഗോപന്മാരെ ഭഗവാൻ അലങ്കരിച്ച ഭഗവാൻ രാത്രി ഭംഗി ആകൃതിയുള്ള ഭഗവാൻ സ്വരൂപം. ബരിഹാപീഠം നടവരവപു കർണയോ കർണികാരം വിഭ്രദ്വാസ കനകകപിശം വൈജയന്തീഞ്ചമാലാം ചന്ദ്രാൻ വേണോരധരസുധയാ പൂരയൻ ഗോപവൃന്ദയ്യറുവൃന്ദാരണ്യം സ്വപതരമണം പ്രാവിശൽ ഗീതകീർത്തി. ഭഗവാന്റെ ശിരസ്സിൽ ബരിഹാപീഠം മയിൽപ്പീലിനെ കുത്തി തിരികെ വെച്ചിട്ടുണ്ട്. ശിരസ്സിൽ അതും വളരെ ഭംഗിയായിട്ടാണ് മയിൽപ്പീലി. ഭഗവാന് മയിൽപ്പീലി ചാർത്തിക്കൊണ്ടുള്ള ഭഗവാന്റെ സ്വരൂപം. അതൊരു നടനെ പോലെ ഭഗവാനെ അവരെ വേഷം കെട്ടിക്കുന്നു. അവരെ നല്ല ഭാവങ്ങളെ കൊണ്ട്, അത് ഇലകളെ കൊണ്ട് കിരീടമൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിലാണ് മയിൽപ്പീലി വെച്ച് പല പല പുഷ്പങ്ങളെ കൊണ്ടുള്ള മാല ഭഗവാന് ചാർത്തണമെന്നാണ്. വൈജയന്തിയും ചമാലാം, വൈജയന്തി മാലയും ഭഗവാന് ചാർത്തിക്കൊണ്ടുള്ള ഭഗവാന്റെ സ്വരൂപം. എന്നിട്ട് ഭഗവാന്റെ കയ്യിലുള്ള ഓടക്കുഴലും കൊടുക്കണം. ഈ ഓടക്കുഴലിൽ കൂടിയിട്ട് ഭഗവാന്റെ നാദം രന്ധ്രാൻ വേണോരധരസുധയാ പൂരയൻ ഗോപവൃന്ദയ്യ വൃന്ദാരണ്യം സ്വപതരമണം പ്രാവിശൽ ഗീതകീർത്തി. ഇത് കൂടിയിട്ട് വേണുഗാനം പൊഴിക്കുന്നു ഭഗവാൻ. അതും തലയൊന്നങ്ങനെ ഇടത്തോട്ട് ചെരിച്ച് അരഭാഗം ചാച്ച് കാല് പിണച്ചു വെച്ചുകൊണ്ടാണ് വളരെ ഭംഗിയായിട്ട് എല്ലാ ദിക്കിലും സപ്താഹത്തിന് ഈ രൂപാധികം കാണാറുണ്ട്. ത്രിഭംഗി ആകൃതിയിലെ ഭഗവാന്റെ സ്വരൂപമാണ്. ഗുരുവായൂരപ്പനെയും പട്ടേരിപ്പാട് കണ്ടത് ഈ രൂപത്തിലാണ്. വേണുഗാനം ചെയ്യുന്ന ഭഗവാനായിട്ടാണ്. ചതുർബാഹു വിഗ്രഹമാണെങ്കിലും പട്ടേരിപ്പാട് കണ്ടത് വേണുഗാനം ചെയ്യുന്നതാണ്. വിഷ്ണു ക്ഷേത്രം എന്നല്ല ഗുരുവായൂരപ്പനെ പറയാറ്. ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്ര. മറ്റൊക്കെ വിഷ്ണു ക്ഷേത്രമാണെങ്കിൽ ഭഗവാൻ ശ്രീകൃഷ്ണനായിട്ടാണ് ദർശനം. അത്രയും ഭംഗിയായിട്ട് ഭഗവാന്റെ സ്വരൂപത്തെ അത് ഗോപികളാണ് വാസ്തവം, അവർ കണ്ടിട്ടില്ല. ഗോപന്മാർ അലങ്കരിച്ച ഭഗവാന്റെ സ്വരൂപത്തെ അവരിവിടുന്ന് പറയുക. ഇങ്ങനെയാവും ഭഗവാൻ ചെയ്യണ്ടാവുക, ഓരോന്നും ഇവിടുന്ന് പറയുന്നു. അങ്ങനെ അവർ പറയുന്ന വാക്കാണ് ഇവിടെ ഭാഗവതം കൊടുത്തത്. ശ്രീശുകൻ പറയാണ്, ഭഗവാന്റെ മഹിമയെ പറയാൻ എന്നെക്കാളും നല്ലത് ഗോപികളാണ്. ഗോപികൾ പറയുമ്പോൾ സ്വാദ് കൂടും. അതാണ് ഭഗവാൻ എടുക്കാൻ ഗോപിയായാലേ പൂതനയുടെ കയ്യിൽ നിന്ന് പൂതനയുടെ ശരീരത്തിൽ നിന്നും ഭഗവാൻ ഇട്ടുകൊണ്ടുവന്നത് ഗോപികൾ.
തൃണാവർണ്ണ ശരീരത്തിൽ നിന്നും ഭഗവാൻ എടുത്തുകൊണ്ടുവന്നത് ഗോപികൾ. നമ്മളൊക്കെ ഒരു ഗോപീഭക്തി ഉണ്ടായാലേ ഗുരുവായൂരപ്പനെ എടുക്കാൻ. ഇപ്പം ഗോപികളെ പോലെ ഗോപികളെ പറയണു, ഈ കണ്ണ് നമ്മൾക്ക് എന്തിനാ ഭഗവാൻ തന്നത്? അക്ഷണ്വതാം ഫലമിതം നവരം വിധാമ സഖ്യ പശൂനനു വിവേശയതോർവയസ്യൈ വക്രം വ്രജേശസുതയോ അനുവേണുജുഷ്ടം യയർവാനിപീതമനുരക്ത കടാക്ഷമോക്ഷം. ഭഗവാന്റെ തൃക്കണ്ണിക്ക് നോക്കുന്ന ആ ഗോപികൾ പറയുന്നത്. കണ്ണിൻ്റെ സാഫല്യം എന്താണ് എന്ന് ചോദിച്ചാൽ കണ്ണനെ കാണലാണ്. കണ്ണനെ കാണാത്ത കണ്ണ് എന്തിനാ കണ്ണ് തന്നത്? കണ്ണ് കാണാതെ ആയിട്ട് ഭാഗവതം വായിക്കാൻ പറ്റുമോ? കണ്ണ് കാണുമ്പോൾ തന്നെ വേണം. ഇപ്പം കണ്ണ് എന്തിനു ഗുരുവായൂരപ്പൻ തന്നു എന്ന് ചോദിച്ചാൽ കണ്ണനെ കാണാനാണ്. ആ കണ്ണിലേക്ക് നോക്കൂന്നാണ്. കണ്ണനെ കാണാൻ പറ്റിയിട്ടില്ലെങ്കിൽ കണ്ണ് വെറുതെയാണല്ലേ. അപ്പം കണ്ണനെ കാണാനാണ്. ആ കണ്ണൻ്റെ കണ്ണിലേക്ക് നോക്കൂ. യയറുവാനിപീതം അനുരക്ത കടാക്ഷമോക്ഷം. മോക്ഷത്തെ കൊടുക്കുന്ന കടാക്ഷമാണ് ഭഗവാൻ വരിഷിക്കുകയാണ്. കാരുണ്യാകുല നേത്രം എന്നൊക്കെ പട്ടേരിപ്പാട് കരുണ വഴിഞ്ഞിങ്ങനെ ഒഴുകുകയാണെന്നാ. ആഞ്ഞൊക്കെ പറയാറുണ്ട്, ആ തിരക്കില് അങ്ങോട്ട് കാണാൻ പറ്റിയില്ലെങ്കിലും ഭഗവാൻ ഇങ്ങോട്ട് കണ്ടോളും ഇല്ലേ. ഭഗവാൻ ഇങ്ങോട്ട് തിരക്കായാൽ ചിലപ്പോൾ അങ്ങോട്ട് കയറാനൊന്നും പറ്റിയില്ലെങ്കിലും പേടിക്കണ്ട, ഭഗവാൻ ഇങ്ങോട്ട്. ഭഗവാൻ എത്രയാ കണ്ണ്? ആയിരക്കണക്കിനെന്നൊക്കെയാണ് വേദം പറയുന്നത്. സഹസ്രശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാൽ എന്നൊക്കെയാണ്. ആയിരക്കണക്കിന് കൈകളെ കണ്ണുകളെ കാലുകളൊക്കെ ഉള്ള ആളാണ് ഗുരുവായൂരപ്പൻ. അപ്പം അതൊന്ന് കാണൂ. ആ കണ്ണിക്ക് നോക്കുന്ന കടാക്ഷം മോക്ഷത്തെ കൊടുക്കുന്ന കടാക്ഷമാണ്. അമൃതപരീക്ഷന് ഈ കടാക്ഷം നേരത്തെ കേട്ടു. മരിച്ചു കിടക്കുന്ന ആൾക്കാരെ പോലും ഭഗവാൻ ജീവിപ്പിച്ച രംഗം. അത്രയും വിശേഷപ്പെട്ട ഭഗവാന്റെ നോട്ടം കാണണമെങ്കിൽ കണ്ണിലേക്ക് നോക്കണ്ടേ. അപ്പം കണ്ണിലേക്ക് നോക്കണം തന്നെയാണ് ഭാഗവതം പറയുന്നത്. ഭഗവാന്റെ കണ്ണിലേക്ക് ഒന്ന് നോക്കൂ. അത്രമല്ല ഭഗവാൻ ചോദിക്കണു. അതും ഗോപികളെ ചോദിക്കുകയാണ്. മുഴുവൻ പറയാൻ സമയം ഏതും ചിലതൊക്കെ പറയാനേ പറ്റുള്ളൂ. ഗോപികൾ ചോദിക്കുകയാണ്, ഓ വേണുവിൻ്റെ ഒരു ഭാഗ്യം നോക്കൂട്ടോ. വേണുവിൻ്റെ ഒരു ഭാഗ്യം ചില്ലറ ഭാഗ്യമൊന്നും അല്ല വാസ്തവം. ദാമോദരാധരസുധാമഭിഗോപികാനാം. ദാമോദരൻ്റെ അധരത്തിൽ കയറിയിരുന്ന ഈ സുധയെ എങ്ങനെ പാനം ചെയ്യാണ്? അധരസുധാമഭിഗോപികാനാം. ഇതിങ്ങനെ പാനം ചെയ്യണു. വേണുവിനോട് പറയണു, നെയ്യ് മുഴുവൻ കുടിക്കരുത് കേട്ടോ. യഥവശിഷ്ടരസം ഹൃദി, കുറച്ചവിടെ ബാക്കി വെക്കണം. ഏതെങ്കിലും ഒരു കാലത്ത് വേണുവാവാൻ സാധിച്ചാൽ ഭഗവാന് ചുണ്ടിലേക്ക് കയറാറോ? നമ്മളോട് പറയാം. വേണു നമ്മളോട് പറയാണ്, എന്നെപ്പോലെ ആയിക്കോളൂ. എന്നെപ്പോലെ ആയാൽ ഭഗവാൻ എടുക്കും. ഭഗവാന്റെ വേണു വെച്ചാൽ ഓടക്കുഴൽ. ഈ ഓടക്കുഴലിൻ്റെ ഭഗവാന്റെ ഓടക്കുഴലിന് 9 ദ്വാരങ്ങളുണ്ട്. ഇതിൽ കൂടി അടച്ചും തുറന്നും ഊതിയിട്ടാണ് ഭഗവാൻ ഈ ശബ്ദം ഉണ്ടാക്കുന്നത്. നമ്മൾ ഈ ഓടക്കുഴലിനോ, നമ്മൾ ഈ ശരീരമാകുന്ന ഓടക്കുഴലിനോ 9 ദ്വാരം, നവദ്വാര സമയം നവമുഖി എന്ന് പുരഞ്ജനോപാഖ്യാനത്തിൽ വർണ്ണിച്ചിട്ടുണ്ട്. 2 കണ്ണ്, 2 മൂക്ക്, വായ, 2 കാത്, മലമൂത്രദ്വാരങ്ങൾ. ഇനി 9 ദ്വാരമാണ് നമ്മളുടെ ഈ ഓടക്കുഴലിനും. പക്ഷേ നമ്മളെ ഓടക്കുഴലിൻ്റെ ഉള്ളിൽ എത്ര നാനായുധമുണ്ട്? എത്ര നാനായുധമുണ്ട്? ഭഗവാന്റെ ഓടക്കുഴലിൻ്റെ ഉള്ളിലേക്കാണ് നോക്കിയാൽ ഒന്നുമില്ല. ഒന്നുമില്ലാതെ ആയാലേ ഭഗവാൻ
നമ്മളെ ഉള്ളിൽ എത്ര നാനായുധമുണ്ട്? കണ്ടുകൂടായ, കേട്ടുകൂടായ, അസൂയ, കുനിട്ട എത്ര ഉള്ളതെന്ന് ചോദിച്ചാൽ ഇല്ലയെന്നൊക്കെ ആൾക്കാർ പറയും. ഉണ്ടായിട്ടാ ഇല്ലയെന്ന് പറയുന്നതേ. ഇല്ലാത്ത ആരുമില്ല. കുറച്ചെന്നെങ്കിലും ഇത്തരം രോഗങ്ങളില്ലാത്ത ആരും ഇല്ല. മനസ്സ് ശുദ്ധാവണില്ല. ശുദ്ധമായ മനസ്സിലേക്ക് ശുദ്ധേ മനസി ഗോവിന്ദ സ്വയമേവ പ്രകാശത്തെ. ശുദ്ധമായ മനസ്സിലേക്ക് ഭഗവാൻ പ്രവേശിക്കുന്നു. അപ്പം മനസ്സ് ശുദ്ധായത് പോരാ. ശുദ്ധായത് മതിയെന്ന് തോന്നുന്നുണ്ടെങ്കിലാണ്, ശുദ്ധായെങ്കിൽ അതിനെ പ്രതിഫലിക്കുന്ന ഭാവമാണ് സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. പോരാ ശുദ്ധായത് പോരാ. ആരും കുറ്റം പറയല്ല. ശുദ്ധമായിട്ടുണ്ടെങ്കിൽ നേരത്തെ വർമ്മ എഴുതിയ കൂട്ടത്തിൽ ഉറക്കാൻ നാമം ജപിക്കാൻ സാധിക്കും. നമ്മുടെ മനസ്സ് ശുദ്ധായാലേ ഭഗവാൻ ഇട്ടുള്ളൂ. അപ്പം മനഃശുദ്ധിക്ക് ശുദ്ധാവാൻ മാർഗങ്ങളുണ്ട്. ശരീരത്തിൽ അഴുക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ സോപ്പൊക്കെ ഉപയോഗിച്ച് നേരാക്കാം. പാത്രം ശുദ്ധം മാറിയെങ്കിൽ പാത്രം കഴുകി ശുദ്ധാക്കാം. സ്ഥലം ശുദ്ധം മാറിയെങ്കിൽ ശുദ്ധാക്കാനൊക്കെ മാർഗമുണ്ട്. ധാന്യം ശുദ്ധം മാറിയെങ്കിൽ ശുദ്ധാക്കാൻ മാർഗമുണ്ട്. ദ്രവ്യം ശുദ്ധം മാറിയെങ്കിൽ ശുദ്ധാക്കാനുള്ള മാർഗമുണ്ട്. ഏറ്റവും ശുദ്ധമാകേണ്ട വസ്തു മനസ്സാണ്. മനസ്സിക്ക് ഈ സാധനങ്ങളൊന്നും പറ്റില്ല. ഇതൊന്നും പറ്റില്ല. സോപ്പും പറ്റില്ല. അതൊന്നും പുണ്യാഹമൊക്കെ പുറമെ ശുദ്ധിക്കേ പറ്റുള്ളൂ. ഒരു ഗ്ലാസ് പുണ്യാഹം കുടിച്ചാലൊന്നും ശുദ്ധാവണമെങ്കിൽ മത്സ്മൃത്യാചാത്മനശൗചം. ഭഗവാനെ സ്മരിച്ച് 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 ഭഗവാനെ കീർത്തിച്ച് കീർത്തിച്ച് ശുദ്ധാക്കണം. ശുദ്ധായില്ലെങ്കിൽ ശുദ്ധാവണ്ട വിചാരിക്കണ്ട, ശുദ്ധാക്കാനാണ്. അപ്പോൾ നമ്മൾ ശ്രമിച്ചാൽ ഭഗവാന്റെ വാക്കുണ്ട്, സഹായേനമയ, എൻ്റെ സഹായം ഉണ്ടാവും. നിങ്ങൾ ചാടാൻ ശ്രമിച്ചാൽ ഞാൻ ഉന്തിക്കോളാന്നാ. എങ്ങോട്ട് ചാടണു? ഭാഗവതത്തിലേക്കാണ് ചാടേണ്ടത്, വിഷയത്തേക്കല്ല. അധികം ആൾക്കാരും വിഷയത്തേക്കാണ്. അങ്ങോട്ട് ചാടൽ മാറിയിട്ട് ഭഗവാനിലേക്ക്, കഥയിലേക്ക്. അതെങ്ങനെ ചാടണം ചോദിച്ചാൽ, നല്ല ധാരാളം വെള്ളമുള്ള കുളത്തിലേക്ക് കുട്ടികൾ ചാടാറില്ലേ? ഇതുപോലെ ധാരാളം സജ്ജനങ്ങൾ പറയുന്ന കഥയിലേക്കത് ഇറങ്ങാൻ സാധിച്ചാൽ പിന്നെ ഒരാനന്ദം. ഭക്തിം മുഹു പ്രവഹതം ത്വയിമേ പ്രസംഗോ ഭൂയാദനന്ദമഹതാമലാശയാനാം എന്ന് ധ്രുവൻ വർണ്ണിച്ചിട്ടുണ്ട്. ആ ധ്രുവനെ പോലെ, ശ്രീശുകനെ പോലെ, ശ്രീനാഥ മഹർഷിയെ പോലെ നാരദ മഹർഷി പറയുന്നുണ്ട്, ഇപ്പം നാമം ജപിക്കാനും കൂടി പറ്റണില്ല. എന്താ അത് കാരണം? സകല കുശലപാത്രമായ എപ്പോഴും ഭഗവാൻ ആശ്രയിക്കുന്ന ആളാണ്. കാരണം ഭഗവാൻ വരാണ്. നാമം ജപിച്ചാൽ ശിവരാമ ഗോവിന്ദ നാരായണ മഹാദേവ കൃഷ്ണ ഹരേ ഹരേ കൃഷ്ണ മഹാദേവ നാരായണ ഗോവിന്ദ രാമ ശിവ. ശിവനാമം ജപിച്ചാൽ ശ്രീപരമേശ്വരനാണ്. ജഗതപിതരൗ വന്ദേ പാർവതീ പരമേശ്വരോ. ചോദിക്കേ, ഹേ നാരദൻ, ഞങ്ങളെ വിളിച്ചു, അത് നാമം ജപിക്കുക. ഒന്ന് അനുഗ്രഹിച്ച് പോയാൽ, രാമനാമം ജപിച്ചാൽ സീതാസമേതനായിട്ട് ഭഗവാൻ, കൃഷ്ണനാമം ജപിച്ചാൽ ഓടക്കുഴലായിട്ട് ഭഗവാൻ. ഇങ്ങനെ സദാസമയത്തും ഭഗവാനെ കാണാൻ സാധിച്ച ആളാണ് ശ്രീനാഥം. ഇതുപോലെ ആവാൻ സാധിക്കും. ഗോപികളെപ്പോലെ ആവുന്ന വൃന്ദാവനത്തിൻ്റെ ഭാഗ്യമാണ് വാസ്തവം. ഇവിടെ പറയുന്നത്, വൃന്ദാവനം സഖി ഭുവോ വിനോതി കീർത്തിം യദ്ദേവകീസുതപദാംബുജലബ്ധലക്ഷ്മി ഗോവിന്ദ വേണുമനുമത്തമയൂരനൃത്യം പ്രേക്ഷ്യാദ്രിസ്വന്വപരതന്യസമസ്തസത്വം. വൃന്ദാവനം വാസ്തവം എന്തുകൊണ്ടും പുണ്യം കൊണ്ട് നിർമ്മിച്ചതാണ്. കൃത പുണ്യപുഞ്ച എന്ന് ബ്രഹ്മദേവനാഥ സ്തുതി പറഞ്ഞതാ. ഇവിടെ എന്തായാലും എന്തും പുണ്യം കൊണ്ടാണ് വൃന്ദാവന ഭൂമി ഉണ്ടാക്കിയതെന്ന് കാണിച്ച രംഗം. അങ്ങനെയുള്ള വൃന്ദാവനത്തിലെ ധന്യകൾ എന്ന് വാസ്തവം ആരെയാണ് പറയുന്നതെന്ന് ചോദിച്ചാൽ മാനുകളെയാണ് പറയുന്നത്. ധന്യാസ്മൂഢമതയ
ഹരി മൂഢമതയോപി ഹരിണ്യ ഏതാ യാ നന്ദനന്ദനമുപത്ത വിചിത്രവേഷം ആകർണ്യ വേണുരണിതം സഹ കൃഷ്ണസാരാ പൂജാന്തധു വിരചിതാം പ്രണയാവലോകൈ. ധന്യകൾ ആരാന്ന് ചോദിച്ചാൽ കുറേ ആൾ ദശമസ്കന്ധം കുറച്ചു കഴിഞ്ഞാൽ ധന്യകളാണ് എല്ലാവരും എന്ന് പറയുന്നു. എല്ലാവരും വാസ്തവം എന്താ ഈ ധന്യത? ധനം എന്താണ്? ധനമുള്ള ആളാണ് ധനികന്മാർ. ശരിയായ ധനം എന്താന്ന് ചോദിച്ചാൽ ഭക്തിയാണ് ശരിയായ ധനം. അതുള്ള ആൾക്കാരാണ്. നോക്കൂന്ന ഈ മാനുകൾക്ക് പോലും ധന്യത എന്ന് ഭാഗവതം പറഞ്ഞെങ്കിൽ അവരെ കൃഷ്ണമാനോട് കൂടി നിൽക്കുമ്പം ആകർണ്യ വേണുരണിതം വേണുഗീതം കേട്ടാൽ ഒപ്പമുള്ള മാനിനെ വിട്ട് പോകുന്ന. അതെങ്ങനെ പോകുന്നു ചോദിച്ചാൽ പൂജ കഴിക്കാന്ന. പൂജാന്തധുരു വിരചിതം പ്രണയാവലോകൈ. പൂജ കഴിക്കുക. എങ്ങനെയാ പൂജ കഴിക്കുക? പൂപ്പാലിയെന്ന് പൂവെടുക്കുക, ആരാധിക്കുക, പൂവെടുക്കുക, ആരാധിക്കുക, പൂവെടുക്കുക, ആരാധിക്കുക, പൂവെടുക്കുക. ധാരാളം പൂവുണ്ടേ, സുഖമാണ് വാസ്തവം. സുഖമായിട്ട് ഇങ്ങനെ പൂവ് ആരാധിക്കാൻ. പക്ഷെ ഇവരെന്തിനെ കൊണ്ട് ആരാധിക്കണമെന്ന് ചോദിച്ചാൽ പൂജാന്തധുരു വിരചിതം പ്രണയാവലോകൈ. പ്രണയാവലോകനം അതിപ്പോൾ എങ്ങനെയാണ് നോക്കിയ ആൾക്കേ അറിയുള്ളൂ. എനിക്കറിയില്ല. കാമുകനെ നോക്കുന്ന നോട്ടമാണ്. ഇവിടെ കാമുകി ഉണ്ടെന്ന് വിചാരിക്കുക. ഭാഗവതം കേൾക്കാൻ വേണ്ടിയിട്ട് വന്നു ആൾക്കാർ വരുന്നുണ്ടല്ലോ. ഇല്ലേ, പേപ്പറുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. വലിയൊരു വായനയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. മുൻകൂട്ടി പറഞ്ഞാൽ താമസിക്കാൻ സൗകര്യമൊക്കെ ചെയ്യാന്ന്. അങ്ങനെ ഒരു കാമുകി ഇവിടെ വന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഇത് കേട്ട് കാമുകനും വന്നെങ്കിലോ? കാമുകൻ വന്നു എന്ന് മനസ്സിലായാൽ കാമുകി ഭാഗവതം കേൾക്കാൻ വന്നാണെങ്കിലും നോട്ടം അങ്ങട്ടാ, ഇങ്ങോട്ടല്ല നോട്ടം. നോട്ടം അങ്ങട്ടാ. അതേ എവിടെ ഇരിക്കുന്നത്? അങ്ങട്ടാ നോക്കുന്നതേ. ഇവിടെ ഭഗവാനെ കാണാനും ഭാഗവതം കേൾക്കാനും ആണ് വന്നതെങ്കിലും ശ്രദ്ധയൊക്കെ അങ്ങട്ടാ. എവിടെ ഇരിക്കുന്നത്? ഏത് കസാലിലാണ് ഇരിക്കുന്നത്? അങ്ങോട്ട് നോക്കുക. അപ്പം അങ്ങോട്ട് നോക്കുമ്പം തൻ്റെ ബന്ധുക്കൾ കാണുന്നുണ്ടോ നോക്കണം. തൻ്റെ ബന്ധുക്കൾ കാണാതെ കണ്ട് വേണം. അപ്പം അങ്ങോട്ട് നോക്കുക, ഇങ്ങോട്ട് നോക്കുക, അങ്ങോട്ട് നോക്കുക, ഇങ്ങോട്ട് നോക്കുക. പൂജാന്തധുരു വിരചിതം പ്രണയാവലോകൈ. പൂജ കഴിക്കാൻ തോന്നുക. അങ്ങോട്ട് നോക്കുക, ഇങ്ങോട്ട് നോക്കുക, അങ്ങോട്ട് നോക്കുക, ഇങ്ങോട്ട് നോക്കുക, അങ്ങോട്ട് നോക്കുക, ഇങ്ങോട്ട് നോക്കുക. അല്ലേ, അദ്ദേഹത്തെ കാണാതിരിക്കാനും വയ്യ. ഇതാണ് രാധാകൃഷ്ണ വിവാഹം. ഭാഗവതം പറഞ്ഞിട്ടില്ല. വിവാഹം കഴിഞ്ഞാൽ സ്നേഹം കൂടാണ് വാസ്തവം വേണ്ടത്. പക്ഷെ ഉണ്ടാവണതോ വിവാഹം കഴിഞ്ഞാൽ സ്നേഹം കുറയാണ്. അത്രയ്ക്ക് എഴുതില്ലേന്ന് തോന്നും. വാസ്തവം സ്നേഹം കൂടാണ് വേണ്ടത്. പകരം അതുകൊണ്ടാണ് രാധാകൃഷ്ണ വിവാഹം ഗർഗഭാഗവതേ പറഞ്ഞുള്ളൂ. ഭാഗവതം അത് പറഞ്ഞിട്ടില്ല. രുക്മിണി വിവാഹം വർണ്ണിച്ചെങ്കിലും രാധാകൃഷ്ണ വിവാഹം ഇവിടെ വർണ്ണിച്ചിട്ടില്ല. അപ്പം ഇതുപോലെ പൂജാന്തധുരു വിരചിതാം പ്രണയാവലോകൈ. എന്നാ ഭഗവാന്റെ ആ സ്വരൂപം എങ്ങനെയുള്ളതാണെന്ന് ചോദിച്ചാൽ കൃഷ്ണൻ നിരീക്ഷ വനിതോത്സവരൂപശീലം ശ്രുത്വാ ചതൽ കൊണിത വേണു വിചിത്രഗീതം ദേവ്യോ വിമാനഗതയ സ്മരനുന്നസാരാ ഭ്രശ്യൽ പ്രസൂന കബരാ മുമുഹുറു വിനീവ്യ. ഇവിടെ വേണുഗാനം കാണാൻ വേണ്ടിയിട്ട് സാധാരണക്കാരൊന്നുമല്ല, ദേവസ്ത്രീകളാണ്. വനിതോത്സവരൂപശീലം തന്നെ കണ്ടിട്ട് അവരാ നിന്ന നിപ്പിൽ നിൽക്ക കാരണം, ഇതിൽ ലയിക്ക കാരണം ശിരസ്സുന്ന് പുഷ്പങ്ങൾ വീണു പോണതോ ശരീരത്തു നിന്ന് വസ്ത്രം കിഴിഞ്ഞു പോണതോ ഒന്നും അറിയണില്ല. ഇതിൽ ലയിക്കാൻ സാധിക്കും. അവനവനെ മറക്കാൻ വസ്ത്രം കിഴിഞ്ഞു പോണതും അറിയണില്ല, ശിരത്തുനിന്നും പുഷ്പങ്ങൾ വീണു പോണതും
ഒന്നും അറിയാതെ കണ്ടതിൽ ലയിക്കാൻ സാധിച്ചിട്ടുള്ള അവസ്ഥ. നമ്മളോടാണ് ഭാഗവതം ഇതുപോലെ ആവണം, ഭാഗവതം കേൾക്കാൻ വന്നാൽ ഇതുപോലെ മറ്റൊന്നും ശ്രദ്ധയില്ലാതെ കണ്ട ശ്രദ്ധ മുഴുവൻ ഇതിലേക്ക് വയ്ക്കാൻ സാധിക്കണം. മാത്രമല്ല പശുക്കുട്ടികൾ അവരുടെയൊക്കെ അവസ്ഥയാണ് വാസ്തവം പറഞ്ഞത്. അവരൊക്കെ പശുക്കളൊക്കെ ആണെങ്കിൽ ഭാഗവതം പറയുന്നത് കർണപുടയ്യ പിബന്ധ്യ, കുടിക്കുകയാണ് അവർ. എന്തുകൊണ്ടാണ് കുടിക്കുക? കാതുകൊണ്ടാണ്. കാതങ്ങനെ കൂർപ്പിച്ചുകൊണ്ട് അവർ ഭഗവാന്റെ വേണുഗാനത്തെ കുടിക്കുന്നു. പശുക്കുട്ടികളാണെങ്കിൽ അമ്മയുടെ അകട്ടിൽ പോയി പാല് കുടിക്കുകയാണെങ്കിലും പാലിങ്ങനെ പോകണ്ട. അശ്രുകലാസ്പരന്ധ്യ, അവരെ കണ്ണുനീര് സന്തോഷാശ്രുക്കളെ കൊണ്ട് ഭഗവാനെ തൊടാൻ. അങ്ങനെ എന്ത് നോക്കിയാലും വൃന്ദാവനത്തെല്ലാം പുണ്യം കൊണ്ട് നിർമ്മിച്ചതാണ്. പക്ഷികളൊക്കെ വാസ്തവം വൃക്ഷക്കൊമ്പിൽ ഇരിക്കുകയാണെങ്കിലും അവർ ഋഷീശ്വരന്മാരെ പോലെയാണ്. ഒരു ശബ്ദം ഉണ്ടാക്കാതെ കണ്ട് അതിൽ ലയിച്ചുള്ള പക്ഷികൾ ഋഷീശ്വരന്മാരെ പോലെ ശോഭിക്കുന്നതാണ്. അല്ല, കാളിന്തി നദി ഒഴുകിക്കൊണ്ടിരിക്കുന്ന കാളിന്തി ഒഴുകാതെയായി. നദിക്ക് ഒഴുകാതിരിക്കാൻ പറ്റുമോ? അതിന് സ്വഭാവമാണ് ഒഴുകുക എന്നുള്ളത്. അതങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കെ ഇവിടെ ഭാഗവതം പറയണു, നദ്യസ്തതുപധാര്യ മുകുന്ദഗീതമാവർത്തലക്ഷിത മനോഭവ ഭഗ്നവേഗ ആലിംഗനസ്ഥഗിതമൂർമിഭുജൈർമുരാരേർഗൃഹന്തി പാദയുഗളം കമലോപഹാര. ഒഴുകിക്കൊണ്ടിരിക്കുന്ന കാളിന്തി ഒഴുകാതെ വേഗത കുറച്ചു. വേഗത കുറച്ചപ്പം വെള്ളം മേപ്പെട്ട് കയറാൻ തുടങ്ങി. ഒഴുകാഞ്ഞാൽ വെള്ളം മേപ്പെട്ട് കയറും. ഇപ്പോൾ മുകളിൽ നിന്ന് വരുന്ന വെള്ളം പോകണ്ടേ? പോവാഞ്ഞാൽ മേപ്പെട്ട് കയറിയപ്പോഴാണ് ചുഴിയായിട്ട് മാറി. ഇങ്ങനെ മാറി മേപ്പെട്ടിന് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. മേപ്പെട്ട് ഒഴുകില്ല, സാധാരണ കിഴപ്പട്ടേ ഒഴുകുള്ളൂ. അപ്പോൾ വെള്ളം കൂടാൻ തുടങ്ങി. കാളിന്തിയിൽ വെള്ളം കൂടി ഇങ്ങനെ ചുഴിയായിട്ട് മാറിയപ്പോഴാണ് ഭഗവാന്റെ പാദത്തിലേക്ക് ഈ കാളിന്തിയാണ് ഗൃഹന്തി പാദയുഗളം കമലോപഹാര. താമരപ്പൂവ് ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കുന്നു. നമ്മളെ മനസ്സാകുന്ന താമരപ്പൂവാണ് ഭഗവാന് കൊടുക്കേണ്ടത്. ഗജേന്ദ്രൻ കൊടുത്ത താമരപ്പൂവ് മനസ്സാണ് അല്ലേ? അത് കേടുവരാത്ത താമരപ്പൂവാണ്. അങ്ങാടി നിന്ന് വാങ്ങിയ പുഷ്പം ചിലപ്പോൾ കേട് വന്നു എന്ന് വന്നേക്കാം. മനസ്സാകുന്ന താമരപ്പൂവിന് യാതൊരു കേടും ഇല്ലാത്ത അതാണ് ഭഗവാന് സമർപ്പിക്കേണ്ടതെന്ന് കാണിക്കുമാറ് കാളിന്തി ഭഗവാന്റെ പാദത്തിലേക്ക് താമരപ്പൂവ് സമർപ്പിക്കുന്നു. ആലിംഗനസ്ഥഗിതമൂർമിഭുജൈർമുരാരേർഗൃഹന്തി പാദയുഗളം കമലോപഹാര. ദൃഷ്ട്വാതപേ വ്രജപശൂൻ സഹ രാമഗോപൈ സഞ്ചാരയന്തമനുവേണുമുദീരയന്തം പ്രേമപ്രവൃദ്ധൗതികുസുമാവലീഭ്യർസഖ്യുർവ്യഥാൽ സ്വഭുഷാംബുത ആതപത്രം. ദുഃഖിക്കുന്ന ആൾക്കാർക്ക് ഒരു കൊട എടുത്ത് തരികയാണ്. കൊട വേണോ? ആതപത്രം കൊടയാണ്. ആ ദുഃഖങ്ങളുള്ള ആൾക്കാർക്ക് ഭഗവാന്റെ പാദമാകുന്ന കൊടയാണ് വെച്ചാൽ അവിടെ വെയിലും മഴയൊന്നും. അതുകൊണ്ടാണ് ഗുരുവായൂരപ്പൻ്റെ ശിവേലിക്കൊക്കെ കൊട കൊടുക്കാറുണ്ട്. ദേവസ്വം ജീവനക്കാർ വന്ന് ഗുരുവായൂരപ്പന് മഴ കൊള്ളാതിരിക്കാനാണ് കൊട കൊടുക്കുന്നതെങ്കിലും കീഴ്ശാന്തിയാണ് കൊട ചൂടുന്നത്. കാരണം തടമ്പ് കനമുള്ളതാണ്. തടമ്പ് പിടിക്കലും കൊട പിടിക്കലും ആനപ്പുറത്തിരിക്കലും ഒക്കെ കൂടി ബുദ്ധിമുട്ടാണ്. തടമ്പ് പിടിക്കാതിരിക്കാൻ വയ്യ. ആ കൊട പിടിക്കണ്ട, കൊട കഴുത്തിൽ വെക്കാം. കൊട കഴുത്തിൽ വെച്ചാൽ ചൂടുന്ന ആൾ കീഴ്ശാന്തി. കൊട കൊടുക്കുന്നത് കീഴ്ശാന്തിക്കല്ല, ആണോ? കൊടുക്കുന്നത് ഗുരുവായൂരപ്പനാണ്. ചൂടുന്നത് ഭഗവാന്റെ പാദം തന്നെ വാസ്തവം ഒരു കൊടയാണ് എന്നാ
ദുഃഖമുള്ള ആൾക്കാർ ആ പാദത്തെ അങ്ങോട്ട് ആശ്രയിച്ചാൽ ആശ്രയിക്കേണ്ടത് ശ്രീകൃഷ്ണത്വൽപദോപാസനം അഭയതമം. ഭയം വരാത്ത സ്ഥലമാണ്, അവിടെ പേടിക്കേണ്ട ആവശ്യം തന്നെ ഇല്ല, അങ്ങനെ എത്തിപ്പെട്ടാൽ മതിയെന്നാണ്. എന്ത് നോക്കിയാലും വൃന്ദാവന ഭൂമിയുടെ മാഹാത്മ്യം വാസ്തവം പറയുന്നു. അവരാണെങ്കിൽ അവരുടെ ആൾക്കാരും ഗോവർദ്ധന പർവ്വതം ഭഗവാനെ സഹായിക്കണമെന്നാണ്. ഗോവർദ്ധനം ചെയ്യണ പുണ്യം എന്താന്ന് ചോദിച്ചാൽ ഹന്തായ മദ്രിരബല ഹരിദാസവരിയോ യദ് രാമകൃഷ്ണചരണസ്പർശ പ്രമോദ മാനന്തനോതി സഹ ഗോഗണയോസ്തയോരിയൽ പാനീയസൂയവ സകന്ദര കന്ദമൂലയ്യ. ഗോവർദ്ധനം ഇങ്ങനെ പർവ്വതത്തിനൊക്കെ ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ? അതുപോലെ നമ്മളെ മനസ്സും അടുത്തിക്കണം എന്നാണ്. അതും ഭഗവാന് കളിക്കാൻ വേണ്ടിയിട്ട് നല്ല പുൽത്തകടി ഉണ്ടാക്കി വെച്ചു. ചളിയാവാന്ത കളിക്കണ്ടേ? അത് നമ്മൾ പറയണ്ടായി, കാവ്യമുണ്ട് കൊടുക്കുന്നത് ചളിയായത് മറ്റുള്ള ആൾക്കാരെ അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ചളിയില്ലാത്ത കാവ്യ നമ്മൾ ധരിക്കുന്നത്. കാവ്യ ചളിയാവില്ല, നമ്മളെ വസ്ത്രം ചളിയായതാണ്. സന്യാസിമാരാണ് അത് ധരിക്കുന്നത്. വാസ്തവം കാവ്യമുണ്ട് ധരിക്കുന്നത് ചളിയാവാതിരിക്കാൻ. ചളിയാവാത്ത വസ്തു നമ്മൾ ധരിക്കുന്നു ചളിയാവാൻ വേണ്ടി. നമ്മൾ ചളിയാക്കുക വാസ്തവം ചെയ്യുന്നുണ്ട്. കാവ്യം നമ്മൾ ചളിയാക്കുക വാസ്തവം. കാവ്യം നമ്മളോട് ധരിക്കാൻ പറഞ്ഞതല്ല, സന്യാസിമാർക്കാണ്. നമ്മളെ മുണ്ടന്നെ മതി ഇല്ലേ? ചളി ആയാൽ അത് കഴുകിയാൽ ചളി പോയിക്കോളും. ഈ ചളി ഇല്ലാത്തവർക്ക് ചളി ആക്കണോ? നമ്മൾ വാസ്തവം ചെയ്യുന്നത് അതാണ് വാസ്തവം അല്ലേ? ചളി ഇല്ലാത്തതാണ്. അവരെ ശുദ്ധമായ മനസ്സുള്ള ആൾക്കാരാണ്. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഭഗവത് പ്രാപ്തി സന്യാസ ഒക്കെ ഉപേക്ഷിക്കലാണ്. മറ്റൊന്നും ഇല്ലാതെ കണ്ട് ഭഗവാനെ സേവിക്കുന്ന ആൾക്കാർ. അപ്പോൾ എന്തുകൊണ്ടും ഗോവർദ്ധനം ഭഗവാന് ചെയ്തു. നല്ല പുൽത്തകടി ഉണ്ടാക്കി വെച്ചു. മാത്രമല്ല ഗുഹകൾ ഉണ്ടാക്കി വെച്ചു. ഒളിച്ച് കളിക്കാൻ ഗുഹ ഉണ്ടാക്കി വെച്ചു. തണലിൽ ഇരുന്ന് കളിക്കാൻ വേണ്ടി വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിച്ചു. ദാഹായ വെള്ളം കുടിക്കാൻ കാളിന്തി രാഘവതീമിവ. എവിടെ നോക്കിയാലും കാളിന്തിയെ കാണാം. വെള്ളം കുടിക്കാം, കളിക്കാം, കുളിക്കാം, കിടക്കാം, ഒക്കെ ചെയ്യാൻ. എന്തുകൊണ്ടും ഗോവർദ്ധനം ഭഗവാനെ സേവിക്കുന്നു. ഗോപന്മാർക്കാണെങ്കിലോ അവർക്ക് ഭഗവാന്റെ ഒപ്പം കളിക്കാൻ പോകാം. അപ്പോൾ അവരും വാസ്തവം ഭാഗ്യവാന്മാരാണ് എന്നാണ് ഗോപികളുടെ അഭിപ്രായം. ഭഗവാന്റെ കളി കാണാൻ നമ്മൾക്ക് മാത്രം പറ്റണില്ലാന്ന് ഗോപികൾക്ക് തോന്നി. നമ്മളെ മനസ്സാണ് ഇതൊക്കെ മറ്റുള്ളവർ അനുഭവിക്കുമ്പോൾ നമ്മളെ മനസ്സിലാണ് എനിക്ക് മാത്രം തോന്നിയില്ലല്ലോ, ഈ ഒരു അവസ്ഥ എത്തിയിട്ടില്ലല്ലോ എന്ന് വിചാരിക്കുന്ന ആൾക്കാരോട് ഭാഗവതം പറയണു എത്തിയിട്ടുണ്ട്. എത്താനുള്ള മാർഗം എന്താണ് എന്ന് ചോദിച്ചാൽ ഓരോരോ യുഗത്തിലും ഓരോന്നാണ് പറഞ്ഞത്. ഭഗവാനെ സേവിക്കാൻ ഓരോ മാർഗമാണ്. കൃതേയധ്യായതോ വിഷ്ണും ത്രേതായം യജതോ മഹൈ ദ്വാപരേ പരിചര്യായം കലോ തദ്ധരികീർത്തനം. കലികാലത്ത് ഹരികീർത്തനം മാത്രമേ വേണ്ടൂ. അപ്പം ആ പരമാനന്ദം അനുഭവിക്കാൻ വേദാന്തസാരമായ ഭഗവാന്റെ തിരുനാമം കീർത്തിക്കാൻ ഭഗവാൻ നമ്മളെയൊക്കെ ഈ സന്ദർഭത്തെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഭഗവാന്റെ പാദത്തിൽ ഇത് സമർപ്പിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം.